1 തെസ്സലോനിയൻസ് 2 അധ്യായം 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ഞാനിന്ന് വായിക്കാനായിട്ട് പോവുകയാണ്. 13 മുതൽ 16 വരെയുള്ള ഫസ്റ്റ് തെസ്സലോനിയൻസ് ചാപ്റ്റർ 2 വേഴ്സസ് 13 to 16. ശ്രദ്ധയോടെ ഈ വേദഭാഗങ്ങൾ കേൾക്കുക. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു, മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാൽ ആകുന്നതുപോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടവിടാതെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. സഹോദരന്മാരെ, യഹൂദിയിൽ ക്രിസ്തുവേശുവിലുള്ള ദൈവസഭകൾക്ക് നിങ്ങൾ അനുകാരികളായി തീർന്നു. അവർ യഹൂദരാൽ അനുഭവിച്ചത് തന്നെ നിങ്ങളും സ്വജാതിക്കാരാൽ അനുഭവിച്ചുവല്ലോ. 15-ാം വാക്യം. യഹൂദർ കർത്താവായ യേശുവിനെയും സ്വന്തം പ്രവാചകന്മാരെയും കൊന്നവരും ഞങ്ങളെ ഓടിച്ചു കളഞ്ഞവരും ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവരും സകല മനുഷ്യർക്കും വിരോധികളും ജാതികൾ രക്ഷിക്കപ്പെടേണ്ടതിനായി ഞങ്ങൾ അവരോട് പ്രസംഗിക്കുന്നത് വിലക്കുന്നവരുമാകുന്നു. അങ്ങനെ അവർ തങ്ങളുടെ പാപങ്ങളെ എപ്പോഴും പൂരിപ്പിക്കുന്നു. എന്നാൽ ദൈവക്രോധം അവരുടെ മേൽ മുഴുത്ത് വന്നിരിക്കുന്നു. വളരെ റിച്ച് ആയിട്ടുള്ള ഒരു വേദഭാഗമാണ്, പ്രത്യേകിച്ച് അതിൻ്റെ 13-ാമത്തെ വാക്യം. അത് ഇന്നത്തെ ഒരു 1 hour കൊണ്ട് ഞാൻ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് കർത്താവ് ശരണപ്പെടുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പാസേജാണ് നമ്മൾ വായിച്ചത്. 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾക്കകത്ത് പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണുള്ളത്. പ്രത്യേകിച്ച് 13-14 വാക്യത്തിൽ ഒരു സഭയെ ഓർത്ത് അപ്പോസ്തലന്റെ ഹൃദയത്തിൽ വളരെ സന്തോഷമാണ്. 15-16 വാക്യത്തിൽ ഒരു ജാതിയെ ഓർത്ത് തൻ്റെ ഹൃദയത്തിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു ദുഃഖമാണ്. ഇതാണ് അതിൻ്റെ 4 വാക്യത്തിൻ്റെ സമ്മറി എന്നുള്ളത്. ആദ്യത്തെ 2 വാക്യം ഒരു ദൈവസഭയുടെ ദൈവവചനത്തോടുള്ള പ്രതികരണം. ആ ദൈവവചനം അവരുടെ അകത്ത് വന്നുകൊണ്ട് ദൈവത്തോടുള്ള, ദൈവസഭകളോടുള്ള, വിശുദ്ധന്മാരോടുള്ള അവരുടെ കമ്മിറ്റ്മെന്റ്, അവരുടെ അനുകരണം, അവരെ ഫോളോ ചെയ്യുന്ന കാര്യങ്ങളാണ് 13-14 വാക്യത്തിൽ. 15-ാം വാക്യത്തിനകത്ത് നേരെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള 3 കാര്യങ്ങളാണ്. ആദ്യത്തെ 13-14 3 പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട്. 15-16 നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള 3 കാര്യങ്ങളുമുണ്ട്. അതാണ് ഞാൻ ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിച്ച് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം. ഒരു ആരംഭത്തിൽ ഒരു അല്പകാര്യം ഞാനൊന്ന് പറഞ്ഞിട്ട്, പ്രത്യേകിച്ച് 13-ാം വാക്യമായിരിക്കും നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത്. സമയം അനുവദിക്കുന്നെങ്കിൽ 14-ലൂടെ പറയാം. 15-ഉം 16-ഉം അടുത്ത ആഴ്ചയിൽ ദൈവം അനുവദിച്ചാൽ പറയാം. നോക്കൂ, ഈ 13-ാം വാക്യം ഇവിടെ ഈ 13 മുതൽ 20 വരെ വായിക്കുമ്പോൾ വളരെ വേദനയിലൂടെ, വളരെ കഷ്ടതയിലൂടെ, പേഴ്സിക്യൂഷനും സഫറിങ്ങും ഹെയ്റ്റ്രഡും ഈ നിലയിലുള്ള വളരെ ക്രൈസിസിലൂടെ പോകുന്ന ഒരു ദൈവസഭയാണ് 13 മുതലുള്ള വാക്യങ്ങൾ, അല്ലെങ്കിൽ 1-2 അധ്യായത്തിൽ കാണുന്നത്. ഈ ലേഖനം വായിക്കുമ്പോൾ അറിയാം, കഷ്ടതയെ സംബന്ധിക്കുന്ന നിരവധി പ്രയോഗങ്ങളുണ്ട്. ബഹു കഷ്ടം, കഷ്ടം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവർ, കഷ്ടം അനുഭവിക്കുന്നവർ, ഞങ്ങളെ ഓടിച്ചു കളഞ്ഞു, ഞങ്ങളെ നിരോധിച്ചു, കൊന്നുകളഞ്ഞു, സാത്താൻ ഞങ്ങളെ തടുത്തു. സാത്താൻ ഞങ്ങളെ തടുത്തെന്ന് പറഞ്ഞാൽ അങ്ങോട്ടുള്ള വഴി ബ്ലോക്ക് ആക്കി എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ നിലയിലുള്ള പദങ്ങൾ ഈ ലേഖനത്തിനകത്ത് ആവർത്തിച്ച് പറയുന്നതായിട്ട് കാണാം. കാരണം അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ സിവിയറായിട്ടുള്ള പേഴ്സിക്യൂഷനും വളരെ കഷ്ടതകളും വേദനയുടെ നടുവിലൂടെയാണ് ഈ ലോക്കൽ സഭ ദൈവത്തെ അനുകരിക്കാനായിട്ടും അപ്പോസ്തലന്മാരെ അനുകരിക്കാനായിട്ടും വിശുദ്ധന്മാരെ അനുകരിക്കാനായിട്ടും ഒക്കെ തീരുമാനിച്ചതെന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല, അതീവ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. നോക്കൂ, ഇവിടെ
നമ്മൾ ഈ വേദഭാഗത്തിലേക്ക് നോക്കുമ്പോൾ ഒരു 3 കാര്യം ആ 13-ാം വാക്യത്തിനകത്തുണ്ട്. ഞാൻ മറ്റൊരു ഔട്ട്ലൈൻ പറഞ്ഞിട്ട് അതിനെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ടുള്ളൊരു 3 കാര്യം. ഒന്നാമത്തേത്, ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു. 2, ആ കേട്ട വചനത്തെ നിങ്ങൾ കൈക്കൊണ്ടു. 3, ആ കൈക്കൊണ്ട വചനം നിങ്ങളിൽ വ്യാപരിക്കുന്നു. 3 കാര്യം കിട്ടിയോ? കേട്ടു, അതിനെ റിസീവ് ചെയ്തു, ആ റിസീവ് ചെയ്ത ദൈവവചനം ആ കേൾവിക്കാരായ റിസീവ് ചെയ്ത ആളുകളുടെ ഹൃദയത്തിൽ അതിൻ്റെ പ്രവൃത്തി അവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. വിച്ച് ഓൾസോ പെർഫോംസ് ഇറ്റ്സ് വർക്ക് ഇൻ യു ഹു ബിലീവ്. വിശ്വസിക്കുന്നവരിൽ അത് വ്യാപരിക്കുന്നു. നോക്കൂ, വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഞാനത് ഒടുവിലേക്ക് വരുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാം. രക്ഷിക്കപ്പെട്ടവരുമായിട്ട് മാത്രമേ ദൈവവചനത്തിന് ബന്ധമുള്ളൂ. അതാദ്യം മനസ്സിലാക്കണം. രക്ഷിക്കപ്പെടാത്ത ആളുകൾക്ക് ദൈവവചനം എന്ന് പറയുന്നത് വളരെ ബോറായിട്ടുള്ളൊരു കാര്യമാണ്. ദൈവവചനത്തിന് പാപികളോട് ഒറ്റ ഇടപാടേ ഉള്ളൂ. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും അവർക്ക് ബോധം വരുത്തുക, ഗോസ്പൽ പ്രസംഗിക്കുമ്പോൾ. അല്ലാതെ ദൈവവചനവും രക്ഷിക്കപ്പെടാത്ത ഒരുവനുമായിട്ട് യാതൊരു ഇടപാടുമില്ല. നോക്കൂ, ആ വാക്ക് കണ്ട, വിശ്വസിക്കുന്നവരിൽ ആ വചനം വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. നോക്കൂ, രക്ഷിക്കപ്പെട്ടവരുമായിട്ട് മാത്രമേ ദൈവവചനത്തിന് ഇടപാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാനൊരു 3 പോയിന്റ് 13-ാം വാക്യത്തെ ഒന്ന് ഡിവൈഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. എന്നിട്ട് ഈ 3 പോയിന്റിനെയും കൂടെ സമ്മറൈസ് ചെയ്ത് ഞാൻ ഒരു വാചകത്തിൽ നിങ്ങളോട് അതിൻ്റെ ഒരു ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ സമയപരിധിയിൽ നിന്നുകൊണ്ട് പറയാമെന്നാണ് വിചാരിക്കുന്നത്. ഒന്നാമത്തേത്, they appreciate the word of God. ഈ അപ്രീഷിയേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു എന്നാണ് പൊതുവെ നമുക്ക് ആ പദത്തെ പറ്റി അറിയത്തുള്ളൂ. പക്ഷെ അപ്രീഷിയേറ്റ് എന്ന വാക്കിന്റെ ഒറിജിനൽ അർത്ഥം വിവേചിച്ചറിഞ്ഞു, ഗുണഗ്രഹണം നടത്തി, മൂല്യം ഗ്രഹിച്ചു എന്നൊക്കെയാണ്. അപ്രീഷിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വിവേചിച്ചറിയുക, അതിൻ്റെ ഗുണഗ്രഹണം നടത്തുക, എന്നിട്ട് അതിൻ്റെ മൂല്യം ഗ്രഹിക്കുക എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ ചർച്ച് ദേ അപ്രീഷിയേറ്റ് ദ വേർഡ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒന്നാമത്തെ അർത്ഥം ദൈവവചനത്തെ ദൈവവചനമാണെന്ന് വിവേചിച്ചറിഞ്ഞ് അതിൻ്റെ മൂല്യം അവര് ഗ്രഹിച്ചു, അതിനെ ഗുണഗ്രഹണം നടത്തി. ദൈവം ഇത് കേവലം മനുഷ്യന്റെ വാക്കുകളല്ല എന്നും ദൈവത്തിന്റെ അരുളപ്പാടാണെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി. അതാണ് ഒന്നാമത്തെ കാര്യം. ഞാൻ അതിനെ അല്പം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അത് ജനറൽ ആയിട്ടാണ് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഈ പർട്ടിക്കുലർ കോണ്ടസ്റ്റിലേക്ക് ഞാൻ പുറകാലെ വരാം. 2, ഇവരിതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക മാത്രമല്ല, 2, അവരതിനെ അപ്രോപ്രിയേറ്റ് ചെയ്തത്. അപ്രോപ്രിയേറ്റ് ദ വേർഡ് ഓഫ് ഗോഡ്. അപ്രോപ്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരതിനെ സ്വീകരിച്ചു. ആ മൂല്യം ഗ്രഹിച്ച ദൈവവചനത്തെ അവരവരുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറ്റി. അപ്രോപ്രിയേറ്റ് ദ വേർഡ് ഓഫ് ഗോഡ്. നോക്കൂ, അപ്രീഷിയേറ്റ് ചെയ്യുന്നു, 2 അപ്രോപ്രിയേറ്റ് ചെയ്യുന്നു, 3-ാമത്തെ കാര്യം അവരത് ജീവിതത്തിൽ അപ്ലൈഡ് ദ വേർഡ് ഓഫ് ഗോഡ്. അവർ ജീവിതത്തിൽ അതിനെ പ്രാക്ടിക്കൽ സൈഡിലേക്ക് കൊണ്ടുവരുന്നു. ഞാൻ പറഞ്ഞ 3 കാര്യം മനസ്സിലായോ? ആ 3 കാര്യമാണ് ഈ 13-ാം വാക്യത്തിനകത്തുള്ളത്. കേട്ടു, കൈക്കൊണ്ടു, ജീവിതത്തിൽ പ്രവർത്തിച്ചു. 3 കാര്യം: അപ്രോപ്രിയേറ്റ്, അപ്രീഷിയേറ്റ്, അപ്രോപ്രിയേറ്റ് ആൻഡ് അപ്ലൈഡ് ദ വേർഡ് ഓഫ് ഗോഡ്. ഈ 3 കാര്യം ആ ഒരു കൂട്ടി തന്നെ പറയാനായിട്ടുള്ള കാരണം കേൾവിക്കാരുടെ ഹൃദയത്തിൽ ആ പദങ്ങൾ മറക്കാതിരിക്കാൻ വേണ്ടിയാണ്. നമുക്ക് ഓരോന്ന് അല്പമായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് 13-ാം വാക്യത്തിന്റെ ഒരു വൈഡർ എക്സ്പ്ലനേഷനിലേക്ക് നമുക്ക് പോകാം. ഈ അപ്രീഷിയേറ്റ് ദ വേർഡ് ഓഫ് ഗോഡ്, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അതിന്റെ മൂല്യം ഗ്രഹിക്കുക, അതിനെ വിവേചിച്ചറിയുക, അതിനെ ഗുണഗ്രഹണം നടത്തുക, അതിൻ്റെ ഉള്ള അവസ്ഥയെ മനസ്സിലാക്കുക. അതാണ് അപ്രീഷിയേറ്റ് ദ വേർഡ് ഓഫ് ഗോഡ്. അങ്ങനെ അവർ മനസ്സിലാക്കിയപ്പോൾ എന്താണ് എഴുതിയേക്കുന്നത്? ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു, മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നതുപോലെ ദൈവവചനമായിട്ട് തന്നെ. കണ്ടോ, നോക്കൂ, ഈ പോള് പ്രസംഗിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ ഒരു കോൺട്രാസ്റ്റ് ഓർമ്മ വരും. അപ്പോസ്തലൻ കൊരിന്തുകാരിലോട് ലേഖനം എഴുതിയപ്പോൾ, അവരോട് ദൈവവചനം പ്രസംഗിച്ചപ്പോൾ അവരെന്താണ് ചിന്തിച്ചതെന്നറിയാമോ?
ഈ മനുഷ്യനിലൂടെ സംസാരിക്കുന്നത് പരിശുദ്ധാത്മാവാണോ എന്ന് അവർക്ക് സംശയമായിരുന്നു. കാരണം അവരിലുള്ള അവരുടെ ആ കൊരിന്തിലെ ആളുകൾക്ക് ദൈവത്തെ പറ്റിയോ ദൈവവചനത്തെ പറ്റിയോ യാതൊരു വിധമായ പരിജ്ഞാനം ഉണ്ടായിരുന്നില്ല പല ആളുകൾക്കും. അതൊക്കെ നമുക്ക് സെക്കൻഡ് എപ്പിസോഡ് വായിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നതാണ്. എന്നാൽ ഈ സഭയിലെ ആളുകളെ കണ്ടോ, ഇതൊരു ഒരു ഒരു ബിഗിനിങ് സ്റ്റേജിലുള്ള ചർച്ചാണ്. ഇവർക്കൊരു വലിയ ലീഡേഴ്സ് ഇല്ല. കൊരിന്തിലെ പോലെ പൗലോസ് 2 വർഷമോ 1.5 വർഷമോ എഫസോസിലെ പോലെ 3 വർഷമോ ഒന്നും അവിടെ ടൈം സ്പെൻഡ് ചെയ്തില്ല. ആ ചെറിയ കാലഘട്ടം കൊണ്ട് ഈ സഭയുടെ ഒന്നാമത്തെ ക്വാളിറ്റിയാണ് ദൈവവചനത്തിന്റെ മൂല്യം അവർ മനസ്സിലാക്കി. ആ മനസ്സിലാക്കിയ ദൈവവചനത്തെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറ്റി അവരതിനെ അനുസരിക്കാനായിട്ട് തുടങ്ങി. എത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യം! അങ്ങനെ ഈ വാക്യം പഠിക്കുന്ന നമ്മോടുള്ള പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടവും താല്പര്യവും എന്താണെന്നറിയാമോ? നമ്മളും ദൈവവചനത്തിന്റെ മൂല്യം ഗ്രഹിക്കണം. ഇവിടെ ഒരു നിങ്ങൾക്കറിയാവോ, ചിലപ്പോഴൊക്കെ ഞാൻ ചില വർഷങ്ങൾക്ക് മുമ്പൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഈ റോമൻ കാത്തലിക്സിനെ പോലെയുള്ള ഈസ്റ്റേൺ ഓർത്തഡോക്സിനെ പോലെയുള്ള ആളുകൾ അവർ ദൈവവചനത്തെ പറ്റി പറയുന്ന ഒരു കഥയുണ്ട്. വെറും കഥയാണ്. അതിനകത്ത് ഒരു ഹിസ്റ്റോറിക്കൽ ഫാക്റ്റും ഉള്ളതല്ല. അവർ പറയുന്നത് നിരവധി പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. അതിനകത്തുനിന്ന് സഭ ഒരു കൗൺസിൽ കൂടി 27 പുസ്തകത്തെ സെലക്ട് ചെയ്തു. അങ്ങനെ സഭ ആ പുസ്തകങ്ങൾക്ക് അധികാരം കൊടുത്തപ്പോൾ മുതലാണ് ഇത് ദൈവവചനമായിട്ട് മാറിയത് എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. നോക്കൂ, അത് ഭയങ്കര അപകടകരമായ ഒരു സെന്റൻസ് ആണ്. അത് അങ്ങനെ പറയാനായിട്ടുള്ള കാര്യം വചനത്തെക്കാൾ പ്രാധാന്യത സഭയാണെന്നുള്ളതാണ്. നമ്മൾ ഈ പറഞ്ഞ പേരിലുള്ള സഭകളെ പറ്റിയൊക്കെ നോക്കുമ്പോൾ അവരുടെ ദൈവം വാസ്തവത്തിൽ ജീസസ് ഒന്നുമല്ല. അവരുടെ ദൈവം അവരുടെ സഭയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. സഭ അങ്ങനെ പറഞ്ഞു, സഭ അങ്ങനെ പറഞ്ഞു, സഭ അങ്ങനെ പറഞ്ഞു എന്നാണ്. പക്ഷേ തിരുവെഴുത്തിലൂടെ മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക, സഭയുടെ സ്ഥാപനത്തിന് കാരണമായി തീർന്നത് ദൈവവചന പ്രഭാഷണമാണ്, അല്ലെ? ദൈവവചനം പ്രസംഗിച്ചപ്പോഴാണ് ദൈവസഭ ഉടലെടുത്തത് തന്നെ. അപ്പോൾ തന്നെ നമുക്കറിയാം ദൈവവചനമാണ് ആദ്യം ഉണ്ടായത്, സഭയല്ല. അത് വളരെ കട്ടാൻ ത്രോട്ടായിട്ട് നമ്മൾ പറയേണ്ട കാര്യമാണ്. സഭയല്ല, ദൈവവചനമാണ്. ദൈവവചനമാണ് സത്യം. നോക്കൂ, ഇനി അവർ പറയുന്ന ആ പൊള്ളത്തരം എന്നാന്നറിയാമോ? ഞങ്ങളുടെ തിരുമേനിമാരോ സോ എക്സ് നമുക്ക് അങ്ങനെ ഇടാം, അവർ ഇതിന് ആ അധികാരം കൽപ്പിച്ച് നൽകിയപ്പോഴാണ് ദൈവവചനമായിട്ട് മാറിയത്. സഭയുടെ പുറത്ത് ഇതിന് യാതൊരു വിലയില്ല എന്നൊക്കെ അവർ ആവേശത്തിൽ പറയാറുണ്ട്. അവർ പറയുന്ന മറ്റൊരു ന്യായം കൂടെ ഉണ്ട്. പോള് ഇത് എഴുതിയപ്പോൾ പോളിന് അറിയാൻ പാടില്ലായിരുന്നു ഇത് ദൈവവചനമാണ്. മർക്കോസ് എഴുതിയപ്പോൾ മർക്കോസിന് അറിയാൻ പാടില്ലായിരുന്നു ഇത് ദൈവവചനമാണ്. എന്നാൽ ആ വാദങ്ങളെയൊക്കെ വളരെ ക്ലിയറായിട്ട് കട്ട് ചെയ്യുന്ന ഒരു വാക്യമാണിത്. 13-ാം വാക്യം, ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം ദൈവവചനമാണെന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പ്രസംഗിച്ചത്. അങ്ങനെ പ്രസംഗിക്കുക മാത്രമായിരുന്നില്ല, ദൈവവചനമാണെന്ന് പിന്നീട് സഭ കൂടി തീരുമാനിക്കുകയായിരുന്നില്ല. 1-ാം നൂറ്റാണ്ടിലെ സഭകളെല്ലാവരും ആ ദൈവവചന ഘോഷണത്തെ ദൈവത്തിന്റെ അരുളപ്പാടായിട്ട് തന്നെയാണ് കൈക്കൊണ്ടത്. കണ്ടോ എത്ര ക്ലിയർ ആയിട്ടാണ് എഴുതി വെച്ചേക്കുന്നത്. അതുകൊണ്ട് ആ വാദങ്ങൾക്കൊന്നും യാതൊരു വിധമായ അടിസ്ഥാനവും ഇല്ല എന്ന് ഞാൻ ആരംഭത്തിൽ ഒന്ന് പറഞ്ഞു പോവുകയാണ്. ദൈവവചനം ഞാൻ പിന്നാലെ ചില കാര്യങ്ങളൂടെ അതിനോട് കൂട്ടിച്ചേർത്ത് പറയാമെന്നാണ് മനസ്സിലാക്കുന്നത്. നോക്കൂ പ്രിയപ്പെട്ടവരെ, ഇതൊരു തികഞ്ഞ പുസ്തകമാണ്. ഈ തികഞ്ഞ പുസ്തകത്തിന് മാത്രമേ ഒരു തികഞ്ഞ മനുഷ്യനെ തയ്യാറാക്കി എടുക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഇത് ഒരു വിശുദ്ധ ഗ്രന്ഥമാണ്. ഈ വിശുദ്ധ ഗ്രന്ഥത്തിന് മാത്രമേ ഒരുവനെ ലോകത്തിൽ നിന്ന് സെറ്റപ്പാട്ട് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. അടുത്ത സെന്റൻസ് കേട്ടോണം, ഒരുവൻ ദൈവവചനത്തെ കൈകാര്യം ചെയ്യുന്നത് പോലെ മാത്രമേ ക്രിസ്തുവിനെയും കൈകാര്യം ചെയ്യാനായിട്ട് കഴിയുള്ളൂ. ഞാൻ ആ പറഞ്ഞ കാര്യം മനസ്സിലാവുന്നോ? ഒരാൾ പറഞ്ഞൊരു വാചകം ഇതാണ്, how you treat the Bible shows how you treat Jesus. ചില ആളുകൾ പറയുന്നത്
കർത്താവിനോട് വളരെ സ്നേഹമാണെന്നാണ്. എന്നാൽ അവര് ദൈവവചനം വായിക്കുകയോ പഠിക്കുകയോ ചെയ്യാറില്ല. അത് വഞ്ചനയാണ്. ഒന്നെങ്കിൽ അവർ ചതിക്കപ്പെട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അവരറിഞ്ഞേക്കുന്ന കർത്താവ് റിയൽ കർത്താവ് അല്ല. ദൈവവചനത്തിലെ ജീസസുമായിട്ട് അവർക്ക് യാതൊരു ബന്ധവും ഇല്ല. എന്നാൽ ഈ സഭയെ നോക്കിയേ, അപ്പോസ്തോലന്റെ പ്രസംഗം, ദൈവത്തിന്റെ അരുളപ്പാട്, എന്താ പ്രസംഗിച്ചതെന്ന് തന്നെ ആ പ്രസംഗിച്ചത് തന്നെയാണ് നമുക്ക് എഴുതി നൽകിയേക്കുന്നത് കേട്ടോ. അതിന് 2-ാം അധ്യായത്തിനകത്ത് തെളിവുണ്ട്. ഞാൻ നിങ്ങളുടെ കൂടെ ഇരുന്നപ്പോൾ ഈ കാര്യം പറഞ്ഞുവല്ലോ എന്ന് പറയുന്നുണ്ട്. അത് വീണ്ടും എഴുതി കൊടുത്തപ്പോൾ പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ അപ്പോസ്തോലൻ അന്ന് അവിടെ ചെന്നപ്പോൾ പ്രസംഗിച്ചത് എന്താണ്, അത് തന്നെയാണ് പിന്നീട് ആത്മാവിനാൽ രേഖയാക്കി നമ്മുടെ കയ്യിൽ നൽകിയത്. ക്ലിയറായോ? ക്ലിയറാക്കി, രേഖയാക്കി നമ്മുടെ കയ്യിൽ നൽകി. ഈ തിരുവെഴുത്താണ് വാസ്തവത്തിൽ ജീസസ്. അത് അങ്ങനെ പറയുമ്പോൾ അല്പം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഈ തിരുവെഴുത്ത് എന്നുള്ളത് എഴുതപ്പെട്ട വെളിപ്പാടാണ്. എന്നാൽ യേശു എന്നുള്ളത് നമ്മൾ കാണപ്പെട്ട വെളിപ്പാടാണ്. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. മനസ്സിലാവുന്നോ? ദൈവത്തെ അറിയാൻ ഈ പുസ്തകമല്ലാതെ വേറൊരു വഴിയുമില്ല. ഈ പുസ്തകത്തിലൂടെ വേണം നമുക്ക് കർത്താവിനെ അറിയാൻ. അതുകൊണ്ടാണ് ഇത് ഡിവൈൻലി ഇൻസ്പയർഡ് സ്ക്രിപ്ചർ ആണെന്ന് തിരുവെഴുത്ത് പറയുന്നത്. ദൈവത്തിന്റെ മനുഷ്യൻ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് എഴുതിയതാണ് എന്നാണ് നമ്മൾ തിരുവെഴുത്തിനെ പറ്റി വായിക്കുന്നത്. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ഇത് കൗൺസില് കൂടി അധികാരം കൊടുത്തതല്ല. അപ്പോസ്തോലൻ തന്റെ തൂലിക ചലിപ്പിച്ചപ്പോൾ തന്നെ അത് ഡിവൈൻ ഒറക്കിള് തന്നെയായിരുന്നു. 1-ാം നൂറ്റാണ്ടിലെ സഭ അതിനെ സ്വീകരിച്ചത് കേവല ഹ്യൂമൻ ഫിലോസഫി പോലെയല്ല, ദൈവത്തിന്റെ വചനമാകുന്നത് പോലെ തന്നെയാണ്. നോക്കൂ, തെസ്സലോനിക്ക സഭ appreciate the word of God. ദൈവവചനത്തിന്റെ മൂല്യം അവർ ഗ്രഹിച്ചു. അവരതിൻ്റെ ഗുണഗ്രഹണം നടത്തി. അവരതിനെ വിവേചിച്ചറിഞ്ഞു. ഇത് ദൈവത്തിന്റെ വചനമാണ്. ഇത് സാക്ഷാൽ കർത്താവിനെ എഴുതി നമുക്ക് നൽകിയിരിക്കുന്നതാണ് എന്ന് വളരെ ക്ലിയറായിട്ട് പരിശുദ്ധാത്മാവ് നമുക്ക് എഴുതി നൽകിയിരിക്കുകയാണ്. നോക്കൂ, ഒരു ചെറിയ വിശദീകരണം കൂടെ പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകാം. കർത്താവിനെ പറ്റിയും ബൈബിൾ തിരുവെഴുത്തിനെ പറ്റിയും ഒരേ കാര്യം ഉപയോഗിച്ച് സാദൃശ്യപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ കർത്താവിനെ പറ്റി പറയുന്നത് ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പം എന്നാണ് വായിക്കുന്നത്, അല്ലെ? തിരുവെഴുത്തിനെ പറ്റി പറയുന്നുണ്ട് ദൈവത്തിന്റെ വചനം ആഹാരത്തോട് സാദൃശ്യപ്പെടുത്തി നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ കർത്താവിനെ പറ്റി പറയുന്നത് ലോകത്തിന്റെ വെളിച്ചമാണെന്നാണ്. തിരുവെഴുത്തിനെ പറ്റി പറയുന്നത് എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണെന്നാണ്. ഈ ദൈവവചനത്തെ പറ്റി പറയുന്നത് ട്രൂത്ത് ആണെന്നാണ്. ദൈവത്തിന്റെ സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, എൻ്റെ വചനം സത്യമാകുന്നു, വായിക്കുന്നില്ലേ? അതുപോലെ യേശുവിനെ പറ്റി പറയുന്നത് എന്താ? ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. എന്ന ദൈവസഭയെ പറ്റി സത്യം എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാവുന്നു? സഭ ഒരിക്കലും ഒരു പെർഫെക്റ്റ് ട്രൂത്ത് അല്ല, അതൊരു ഗ്രോയിങ് മെച്യൂർ ആണ്. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാവുന്നുണ്ടോ? സഭ സത്യം എന്ന നിലയിൽ സാദൃശ്യപ്പെടുത്തി ആ നിലയിൽ പറഞ്ഞിട്ടില്ല. എന്നാൽ ദൈവത്തിന്റെ വചനം സത്യമാണ്, കർത്താവ് സത്യമാണ്. നോക്കൂ, ദൈവത്തിന്റെ വചനത്തെ പറ്റി വായിക്കുന്നത് ആ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് അരുളി ചെയ്തത് എന്നാണ് 2 പത്രോസ് 1:21 വായിക്കുന്നത്. യേശുവിന്റെ ജനനത്തെ പറ്റി വായിക്കുന്നതോ പരിശുദ്ധാത്മാവിനാൽ ഉളവായി എന്നാണ്. ദൈവവചനത്തെ പറ്റി പറയുന്നത് നിത്യമാണ്, സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവവചനം എന്നാണ് വായിക്കുന്നത്. കർത്താവിനെ പറ്റി പറയുന്നത് ഞാൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം തന്നെ. ഈ 2 കാര്യം ബൈബിളിനെ പറ്റിയും നമ്മുടെ കർത്താവിനെ പറ്റിയും നമ്മളൊന്ന് താരതമ്യം നടത്തി നോക്കിയാൽ ഇത് രണ്ടും ഒന്നാണ്. ഒരാള് കാണപ്പെട്ട വെളിപ്പാടും മറ്റൊന്ന് എഴുതപ്പെട്ട വെളിപ്പാടും എന്ന് മാത്രം ഒരു തരംതിരിവേ നമുക്ക് കൊടുക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഈ വചനത്തിന്റെ മൂല്യം ഗ്രഹിച്ചറിഞ്ഞ ഇയ്യോബ് പറഞ്ഞ ഒരു വാക്യമുണ്ട്, നിന്റെ വായിലെ വചനത്തെ എൻ്റെ ആഹാരത്തെക്കാൾ ഞാൻ സൂക്ഷിച്ചിരിക്കുന്നു. നിന്റെ വായിലെ വചനത്തെ
എൻ്റെ ആഹാരത്തെക്കാൾ. നോക്കൂ, ആ പൗരാണിക ഭക്തന് ദൈവത്തെ പറ്റി ഒരു ചെറിയ അറിവേ ഉള്ളൂ. നമ്മക്കുള്ളത്രയും പരിജ്ഞാനം ഇല്ല. കാരണം ഇയ്യോബ് തന്റെ അവസാന അധ്യായത്തിനകത്ത് പറയുന്നുണ്ട്, ഞാൻ അങ്ങയെപ്പറ്റി ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഒരു റിട്ടൺ ലോ എവിടെ ഇല്ല. തനിക്ക് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഭക്തന്മാരുടെ എണ്ണം കുറവാണ്, ദൈവിക വെളിപ്പാടുകൾ കുറവാണ്. ആ ഭക്തനാൽ ലഭിച്ച ചെറിയ അരുളപ്പാടിനെ പറ്റി പറയുകയാണ്, നിന്റെ വായിലെ വചനം എനിക്ക് ആഹാരത്തെക്കാൾ പ്രിയമാകുന്നു. പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന ഇന്ന് രാത്രിയിലെ ഈ വചന പഠനം ശ്രദ്ധിക്കുന്ന നിങ്ങളോട് പരിശുദ്ധാത്മാവിനാൽ ഒരു ചോദ്യം ഞാൻ നിയോഗത്തോടെ ചോദിക്കുകയാണ്. ദൈവവചനത്തിന്റെ മൂല്യം നമ്മൾ ഗ്രഹിക്കുന്നുണ്ടോ? ആ മൂല്യത്തെ നമ്മൾ എത്രമാത്രം ശ്രദ്ധിക്കാറുണ്ട്? ഈ കേൾക്കുന്ന വചനം ദൈവത്തിന്റെ ഉറക്കലാണ് എന്ന ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകാറുണ്ടോ? ഇല്ല എന്നത് ഒരു ബഹുഭൂരിപക്ഷം ആളുകളെ സംബന്ധിച്ചിടത്തോളം സത്യമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ദൈവവചനത്തിന്റെ അവർക്ക് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ദൈവം പറയുന്നതിനാണ് പ്രാധാന്യത കൊടുക്കുന്നത്. എഴുതപ്പെട്ട വചനത്തിന് അവരുടെ ജീവിതത്തിലോ പല ലോക്കൽ സഭയിലോ യാതൊരു സ്ഥാനവും ഇല്ല എന്നുള്ളത് ഒരു 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 എന്താ പറയുക, ഒരു സങ്കടകരമായ സത്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അങ്ങനെ ആകരുത്. ഈ സഭയെ കണ്ടോ, ഈ തെസ്സലോനിക്ക ലേഖനം നമുക്ക് എഴുതി നൽകിയത് തന്നെ അപ്പോസ്തലൻ അവരോട് പറഞ്ഞപ്പോൾ അവര് ദൈവത്തിന്റെ വചനമായിട്ട് തന്നെ കൈക്കൊണ്ടു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ദൈവത്തെ ഇത് തിരിച്ചറിഞ്ഞ ഈ ദൈവവചനത്തെ തിരിച്ചറിയണം. അതായത് ഈ ബൈബിളിന്റെ ഒറിജിൻ എന്താണ്, ഇതിന്റെ എഴുത്തുകാരാരൊക്കെയാണ്, ഇതിന്റെ കണ്ടന്റ് എന്താണ്, ഇതിന്റെ കോസ്റ്റ് എന്താണ്, ഇതിന്റെ ഈ ബൈബിളിന്റെ ക്യാരക്ടർ എന്താണ്, ഇതിന്റെ ഒറിജിൻ എങ്ങനെയാണ്, ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിന്റെ മൂല്യം ഗ്രഹിക്കാനായിട്ട് കഴിയത്തുള്ളൂ. തിരുവെഴുത്തിനെ അങ്ങനെ സമീപിക്കാനായിട്ട് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. ഞാൻ ഈ സഭയുമായിട്ട് ബന്ധപ്പെട്ട് പിന്നാലെ ആ വാക്യത്തിന് വിശദീകരണം കൊടുക്കാം. ഒന്ന്, അവര് ആ വചനത്തെ അപ്രീഷിയേറ്റ് ചെയ്തു. ഇത്രയും കാര്യം പോരെ? അത് ദൈവത്തിന്റെ തന്നെയാണ്, ദൈവത്തിന്റെ ഉറക്കളാണ്, ഇതെല്ലാവർക്കും മനസ്സിലായി. രണ്ടാമത്തേത്, അപ്രീഷിയേറ്റ് ചെയ്യുക മാത്രമല്ല, ദേ അപ്രോപ്രിയേറ്റ് ദ വേർഡ് എന്ന് പറഞ്ഞാൽ ദേ അക്സെപ്റ്റ് ഇറ്റ്. അവര് ആദ്യം അവർക്കത് മനസ്സിലായി, അവരുടെ മൈൻഡിനകത്തുണ്ടായിരുന്നു. രണ്ടാമത് അത് അവരുടെ സോളിനകത്തേക്ക് വന്നു, അവരുടെ ഹാർട്ടിനകത്തേക്ക് വന്നു. അതാണ് അപ്രോപ്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. അതിന്റെ അർത്ഥം കൈക്കൊണ്ട വചനം അകത്തേക്കിറങ്ങി. യാക്കോവിന്റെ ലേഖനത്തിനകത്ത്, അപ്പോസ്തലനല്ല, യേശുവിന്റെ സഹോദരനായ യാക്കോബ് തന്റെ ലേഖനത്തിനകത്ത് പറയുന്നൊരു വാക്യമുണ്ട്, ഉൾനട്ട വചനം. വായിക്കുന്നില്ലേ? എന്താ ഉൾനട്ട വചനം? ഇതാണ് അതിന്റെ അർത്ഥം, അപ്രോപ്രിയേറ്റ് ദ വേർഡ്. അവര് കേട്ട വചനം അവരുടെ ഹൃദയത്തിനകത്തേക്ക് ഇറങ്ങിച്ചെന്നു. അല്ലാതെ ഒരു ബൈബിൾ സ്റ്റഡി കേൾക്കുമ്പോൾ, ഒരു പ്രസംഗം നടത്തുമ്പോൾ നല്ല പ്രസംഗമായിരുന്നു ഉപദേശി എന്ന് പറയുമ്പോൾ എനിക്ക് കേൾക്കാനായിട്ട് ഇഷ്ടമാണ്. പക്ഷെ അതല്ല അതുകൊണ്ട് അർത്ഥമാക്കേണ്ടത്. അതല്ല അതിന്റെ റിസൾട്ട് എന്നുള്ളത്. അതിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക. കേൾക്കുന്ന വചനം ഉൾനട്ട വചനമായിട്ട് തീരണം. നമ്മുടെ കർത്താവ് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞില്ലേ, ചെവി ഉള്ളവൻ കേൾക്കട്ടെ. എന്താ, എല്ലാവർക്കും ചെവി ഉണ്ടല്ലോ. എന്താ അതിന്റെ അർത്ഥം? പരീശന്മാരെല്ലാവരും കേട്ടായിരുന്നല്ലോ. അതിന്റെ അർത്ഥം കേൾക്കുന്ന വചനം ഉൾനടപ്പെടണം, അകത്ത് അത് സൃഷ്ടി സംഭവിക്കണം. ചെവി ഉള്ളവൻ കേൾക്കട്ടെ. ഈ വെളിപ്പാട് പുസ്തകത്തിനകത്ത് 7 സഭയോടും, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട്, ചെവി ഉള്ളവൻ കേൾക്കട്ടെ. ചെവിയുള്ള സഭ കേൾക്കട്ടെ എന്നല്ല. ഓരോ ലോക്കൽ സഭയിലും പല തരത്തിലുള്ള ആളുകളുണ്ട്. ജഡീകരുണ്ട്, ആത്മീയരുണ്ട്, പ്രാകൃതന്മാര് പോലും അതിനകത്തുണ്ട്. അങ്ങനെയുള്ള കാറ്റഗറിയിൽ ജീവിക്കുന്ന ദൈവസഭയിലെ അംഗങ്ങളോട് പറയുകയാണ്, ഇതിനകത്ത് കേൾക്കാൻ ചെവിയുള്ളവൻ, ശ്രദ്ധയോടെ ഉൾനട്ട വചനത്തിനായിട്ട് ആഗ്രഹിക്കുന്നവൻ ഇത് കേൾക്കട്ടെ എന്നാണ്. കർത്താവ് വേദനയോടെ ഗോസ്പൽസിൽ പറയുന്നൊരു കാര്യമുണ്ടല്ലോ, ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, ഗ്രഹിക്കുന്നില്ല എന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞു. അത് പ്രവാചകന്മാർ പറഞ്ഞൊരു കാര്യമാണ്. നമ്മുടെ സഭകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അത് വളരെ കൃത്യമാണ്. ദൈവവചനം കേൾക്കാറില്ല, ദൈവവചനത്തിന് ശ്രദ്ധ കൊടുക്കാറില്ല, ദൈവവചനത്തെ പൂർണ്ണ ഗൗരവത്തോടെ മെഡിറ്റേറ്റ് ചെയ്യാറില്ല. ഈ മെഡിറ്റേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാം? നമ്മൾ ഈ മെഡിറ്റേഷൻ എന്ന് പറയുമ്പോഴേ അത് റോമൻ കത്തോലിക്കർക്ക് നമ്മൾ പൂർണ്ണമായിട്ട്
പോലും തീരെഴുതി കൊടുത്തേക്കാണ്. അവർക്കാണ് ധ്യാനം അല്ലേ. ഈ മെഡിറ്റേഷൻ എന്ന വാക്കിന്റെ അർത്ഥം ഫോക്കസ്ഡ് തിങ്കിങ് എന്നാണ്. ഒരേ കാര്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഫോക്കസ്ഡ് തിങ്കിങ്, ദൈവവചനത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. മർക്കോസ് 4:24 വാക്യമുണ്ട്, നിങ്ങൾ കേൾക്കുന്നത് എന്തെന്ന് സൂക്ഷിച്ചുകൊള്ളുവീൻ. അത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു വാക്യമാണ്. ഈ എല്ലാ കാലഘട്ടത്തിലും സീരിയസ് ആണ്. എന്നാൽ ഇന്ന് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ അതീവ സീക്രട്ട്, വളരെ ഗൗരവമാണ് വാക്യം. നിങ്ങൾ കേൾക്കുന്നത് എന്തെന്ന് സൂക്ഷിച്ചുകൊള്ളുവീൻ. കാരണം അത് വളരെ ആവശ്യമാണ്. ഇന്ന് നമ്മൾ കേൾക്കുന്ന പല കാര്യങ്ങൾക്കും ദൈവത്തിന്റെ വചനവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നിങ്ങൾ കേൾക്കുന്നത് എന്തെന്ന് സൂക്ഷിച്ചുകൊള്ളുവിൻ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളോട് വളരെ സ്നേഹത്തോടൊരു കാര്യം പറയാം. നിങ്ങൾ സ്റ്റേജുകളിൽ നിന്ന്, TV പ്രോഗ്രാമിൽ നിന്ന്, മീഡിയയിലൂടെ കേൾക്കുന്നത് എന്തെന്ന് സൂക്ഷിച്ചുകൊള്ളുവിൻ. ഓരോ വാചകങ്ങളും ദൈവവചനവുമായിട്ട് ചേരുന്നില്ലെങ്കിൽ അതിനെ എടുക്കാനായിട്ട് അനുവാദമില്ല. രണ്ടാമത്തെ കാര്യം, ലൂക്കോസ് 8:18 നമ്മുടെ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. ആകയാൽ നിങ്ങൾ എങ്ങനെ കേൾക്കുന്നു എന്ന് ചിന്തിച്ചുകൊള്ളുവിൻ. രണ്ട് കാര്യം കണ്ടോ. ഒന്ന്, എന്ത് കേൾക്കുന്നു. രണ്ട്, എങ്ങനെ കേൾക്കുന്നു. രണ്ട് വാക്യം വളരെ കെയർഫുൾ ആണ്. അതിന്റെ അർത്ഥം, ആർ യു എ കെയർഫുൾ ലിസണർ ഓർ കെയർഫുൾ, എന്ത് കേൾക്കുന്നു, എന്ത് മനസ്സിലാക്കുന്നു, എങ്ങനെ ഗ്രഹിക്കുന്നു. ഇത് വളരെ സീരിയസ് ആണ്. നമ്മളിൽ പലരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ എന്നുള്ളത്, നമ്മൾ ഒരിക്കലും ഒരു ആന്റിതെറ്റിക്കൽ മെന്റാലിറ്റി ഉള്ളവരല്ല. അതായത്, ഞാനിപ്പോൾ ഒരു വാക്യത്തിന്റെ ആശയം പറഞ്ഞു, ആ വാക്യത്തിന്റെ ആശയം പറയുമ്പോൾ അത് അങ്ങനെ തന്നെയാണോ അതിൻ്റെ അർത്ഥമെന്ന് ഒന്ന് ഇരുന്ന് ചിന്തിക്കാനായിട്ടുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളല്ല നമ്മൾ. കാരണം നമുക്കത് ശീലമില്ല എന്നുള്ളതാണ്. മറ്റെല്ലാ കാര്യവും, ഇപ്പം നമ്മളൊരു ഡോക്ടറെ കാണാൻ പോകാനാണെങ്കിൽ ആ ഡോക്ടറിന്റെ ഹിസ്റ്ററി മുഴുവൻ നമ്മൾ വായിച്ചു നോക്കും അല്ലേ. എന്നിട്ടാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് എത്ര സ്റ്റാർ ഉണ്ട്, അദ്ദേഹത്തിന്റെ റിവ്യൂ എങ്ങനെയാണ് എഴുതി വെച്ചേക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവവചനം, ഞാൻ നിങ്ങളോട് ഈ വാക്യത്തിന്റെ വിവരണം പറയുമ്പോൾ തന്നെ അതങ്ങനെ തന്നെയാണോ ആ എഴുതിയേക്കുന്നതെന്ന് നിങ്ങൾ പരിശോധിച്ചു നോക്കണം. അതിനെ നിങ്ങൾ കെയർഫുള്ളായിട്ട് റീഡ് ചെയ്യണം. എന്തെഴുതിയിരിക്കുന്നു, എങ്ങനെ വായിക്കുന്നു, എങ്ങനെ ഗ്രഹിക്കുന്നു എന്നുള്ളത് നിങ്ങൾ വളരെ കീനായിട്ട് ശ്രദ്ധിക്കണം എന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവര് കേട്ട വചനത്തെ അവർ അപ്രോപ്രിയേറ്റ് ചെയ്തു. They appreciated the word, then they appropriate the word. വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത, തിമോത്തിയോസിനോട് പോൾ പറഞ്ഞ പോലെ, സത്യവചനത്തിന് ചെവി കൊടുക്കാതെ, അതിനെ പൊറുക്കാതെ എന്നൊരു വാക്ക, പൊറുക്കാതെ എന്ന് പറഞ്ഞാൽ സഹിക്കാതെ, കർണരസമാകുമാറ് നമ്മുടെ ദേഹിയെ തൃപ്തിപ്പെടുത്തുന്ന കാര്യങ്ങൾക്ക് പുറകെയാണ് നമ്മളെല്ലാവരും. അത് ഒരു 90% വിശ്വാസികൾ എന്ന് പറയുന്നവർക്കും അതാണ് താല്പര്യം. ചില ആളുകളൊക്കെ പറയാറുണ്ട്, ചില ആളുകളുടെ യോഗത്തിന് ഞങ്ങൾ പോകാറുണ്ട്, കാരണം ഒട്ടും ബോറടിക്കുകയില്ലെന്നാണ് പറയുന്നത്. കാരണം എന്നാ, തമാശയും കളിയും ചിരിയും ഒക്കെയാണ് അവിടെ നടക്കുന്നത്. എന്നാൽ ദൈവവചനത്തെ നമ്മൾ എത്ര സീരിയസ് ആയിട്ട് കാണുന്നുണ്ട്. ചില ആളുകളൊക്കെ പേഴ്സണലി എന്നോട് പറയാറുണ്ട്, വളരെ ട്രൂത്താണ് പ്രസംഗിക്കുന്നത്, ഒത്തിരി സന്തോഷമാണ് കേൾക്കാൻ. എന്നാൽ അങ്ങനെ പറഞ്ഞ ആളുകളൊക്കെ 1-2 വർഷം കഴിഞ്ഞപ്പോൾ അവരും മടുത്തു. ഈ ട്രൂത്ത് കേട്ട് അവരെന്ത് ചെയ്തേക്കുക, അവരും മടുത്തു പോയിട്ട് അവരിപ്പോൾ എന്നോട് പറഞ്ഞു, എന്നും ഇത് തന്നെയാണോ പറയാനുള്ളത്. എൻ്റെ ചോദ്യം, ഇതല്ലാതെ പിന്നെ ഞാൻ എന്താണ് പറയേണ്ടത്? അത് വളരെ സീരിയസ് ആയിട്ടൊരു കാര്യമാണ്. ഇതിങ്ങനെ ആദ്യമൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു, തുടക്കത്തിൽ ഭയങ്കര താല്പര്യം കാണിച്ചു. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ സത്യത്തോടൊരു താല്പര്യമില്ല, ആകെ ഒരു ബുദ്ധിമുട്ടോ ഒരു വിമ്മിഷ്ടമോ, എന്ന് ഇത് തന്നെയാണല്ലോ കേൾക്കുന്നതെന്നൊക്കെ. ആമോസിനോട് പരിശുദ്ധാത്മാവ് പറഞ്ഞ പോലെ, അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹമല്ല, നമ്മൾ വായിക്കുന്നില്ലേ. അങ്ങനെ ഒരു കാലം വരാനായിട്ട് പോകുകയാണ്. പ്രിയപ്പെട്ടവരെ,
അതുകൊണ്ട് ആദ്യം നല്ലതാണ്, ഇത് റിയലാണ്, ഇത് ഒറിജിനൽ വ്യാഖ്യാനമാണെന്നൊക്കെ പറഞ്ഞു തുടങ്ങിയ പല ആളുകളെയും നമ്മൾ പിന്നീട് കാണുന്നത് അവർ മടുത്തു പോകുന്നതായിട്ടാണ്. അങ്ങനെ ആകാനായിട്ട് പാടില്ല. തെസലോനിക്ക സഭയെ പോലെ ആരംഭത്തിൽ അവർ കേട്ടത് ഒടുവിൽ വരെയും അതിനെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ കർത്താവ് നിങ്ങളോട് കരുണ ചെയ്യട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഒന്ന്, they appreciated the word. Second, they appropriate the word. Third, they applied the word in their personal life. അവിടുത്തെ വാക്ക് കണ്ടോ, അവരത് എന്ത് ചെയ്തു? അവരിൽ അത് വിശ്വാസമായി വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരുന്നു. വേഴ്സ് 13, ചാപ്റ്റർ 2 വേഴ്സ് 13 നോക്കൂ. അവിടെ അനുസരണത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? കേൾക്കുന്ന വചനത്തെ അനുസരിക്കുക. യാക്കോബ് പറയുന്ന വാക്യം എന്താ? വചനം കേട്ട് നമ്മളെ തന്നെ ചതിക്കുന്നവരായിട്ടല്ല, അത് ചെയ്യുന്നവരായിട്ടും ഇരിപ്പീൻ. നമ്മുടെ കർത്താവ് പറഞ്ഞ കാര്യം എന്താ? ബുദ്ധിയുള്ള പണിക്കാരൻ, ബുദ്ധിയില്ലാത്ത വീട് പണിക്കാരൻ. ആരാ ബുദ്ധിയുള്ളവൻ? കേൾക്കുന്ന വചനത്തെ അനുസരിക്കുന്നവനെയാണ് വേദപുസ്തകം ബുദ്ധിയുള്ളവൻ എന്ന് പറയുന്നത്. കേൾക്കുന്ന വചനത്തെ അനുസരിക്കാത്തവനെ തിരുവെടുത്ത് പറയുന്നത് അവൻ ബുദ്ധിയില്ലാത്ത പണിക്കാരനാണെന്നാണ്. അതുകൊണ്ട് നാം നമ്മളെ തന്നെ ചതിക്കാതെ കേൾക്കുന്ന വചനത്തെ ചെയ്യുന്നവരായിട്ടും ഇരിപ്പീൻ എന്നാണ് തിരുവെടുത്ത് നമ്മളോട് പറയുന്നത്. ആ വാക്യത്തിന്റെ ഒരു ഏകദേശ ഒരു ഐഡിയ കിട്ടിയോ? ഏകദേശ ഒരു ഐഡിയ. നമുക്കിനിയും അതിന്റെ ഒരല്പം ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യത്തിലേക്ക് പോകാം. 13-ാം വാക്യത്തിന് നമുക്ക് 13-ലും 14-ലും ഉള്ള കാര്യങ്ങളെ അവിടെ പ്രധാനമായിട്ട് 3 കാര്യമാണ്. ഞാൻ 3 കാര്യത്തിന്റെ ഒരു ചെറിയ ലിസ്റ്റ് 13-ാം വാക്യത്തിൽ നിന്ന് പറഞ്ഞു. ഇനിയും 13-ഉം 14-നകത്ത് ഇതിനോട് ചേർന്ന് തന്നെ മറ്റൊരു 3 കാര്യമുണ്ട്. ഒന്ന്, ദ റിസപ്ഷൻ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. 2, ദ ഓണർ ഓഫ് ദ സെയിൻസ്. മൂന്നാമത്തേത് their perseverance in suffering. ഇങ്ങനെ 3 കാര്യം ആ വാക്യത്തിനകത്തുണ്ട്. ഞാൻ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കും. ഇവിടെ ഇവര് ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു, മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്ന പോലെ എന്ന് പറഞ്ഞാൽ ഞാൻ ആരംഭത്തിൽ പറഞ്ഞ പോലെ പോള് പ്രസംഗിക്കുകയാണ്. ആ പ്രസംഗിച്ച് ആ ഓരോ വാക്കുകളോടുമുള്ള ആ ദൈവസഭയുടെ റിസപ്ഷൻ എന്നാണെന്നറിയാമോ? ഇത് മറ്റുള്ള ആളുകൾ പറയുന്നത് പോലെ ഫിലോസഫി അല്ല, പുതിയൊരു തോട്ടല്ല, പുതിയൊരു ആലോചനയല്ല, ഇത് ദൈവത്തിന്റെ വചനമാണ്. ഇതിനു മുമ്പ് 3 വാക്യത്തിനകത്ത് ഈ ഗോസ്പലിനെ പറ്റി നമ്മൾ വായിക്കുന്നുണ്ട്. 2-ാം വാക്യത്തിൽ എങ്ങനെ വായിക്കുന്നേ? ദൈവത്തിന്റെ സുവിശേഷം, ഗോസ്പൽ ഓഫ് ഗോഡ്, മീനിങ് ദ ഒറിജിൻ ആൻഡ് സോഴ്സ് ഈസ് ഫ്രം ഗോഡ്. 7-ാം വാക്യം, അതേ 8-ാം വാക്യത്തിനകത്ത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ദൈവത്തിന്റെ സുവിശേഷം. കണ്ടോ? അതേ വാക്ക് തന്നെ, ദൈവത്തിന്റെ സുവിശേഷം. 9-ാം വാക്യത്തിനകത്ത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്, ദൈവത്തിന്റെ സുവിശേഷം. ഇറ്റ് ഈസ് ദ ഗോസ്പൽ ഓഫ് ഗോഡ്. ഒന്നുകൂടെ ആവർത്തിക്കുന്നു, God is the source and God himself is the gospel. 3 വാക്യത്തിനകത്തും പറഞ്ഞേക്കാണ് ദൈവത്തിന്റെ സുവിശേഷം, ദൈവത്തിന്റെ സുവിശേഷം, ദൈവത്തിന്റെ സുവിശേഷം. ഇങ്ങനെ ഇട്ടിട്ടാണ് പറയുന്നത്, ഞങ്ങൾ പ്രസംഗിച്ച ദൈവത്തിന്റെ സുവിശേഷം നിങ്ങൾ ദൈവത്തിന്റെ സുവിശേഷമായിട്ട് തന്നെ കൈക്കൊണ്ടു. ഇത് ആ കാരണം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു എന്നാണ് വസ്തുത്തിൽ ഇംഗ്ലീഷിൽ കൊടുത്തേക്കുന്നത്. ഫോർ ദിസ് റീസൺ വി കോൺസ്റ്റന്റ്ലി താങ്ക് ഗോഡ്. ഈ ഒരു കാര്യം ഓർത്ത്, ഏത് കാര്യം ഓർത്ത്? നിങ്ങൾ ഈ വചനത്തെ കൈക്കൊണ്ടതോർത്ത് എപ്പോഴും ഇടവിടാതെ ദൈവത്തെ സ്തുതിക്കുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം, വി ഗീവ് താങ്ക്സ് ടു ഗോഡ് ഓൾവേസ് ഫോർ ഓൾ. നോക്കൂ, ആരംഭത്തിൽ അവരുടെ ക്വാളിറ്റി കണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 2-ാം അധ്യായത്തിൽ ആ ക്വാളിറ്റിയിലേക്ക് അവർ വരാൻ കാരണമായ ദൈവവചനത്തോടുള്ള അവരുടെ റെസ്പോൺസ് കണ്ട് ദൈവത്തിന് ഇടവിടാതെ സ്തോത്രം ചെയ്യുന്നു എന്നാണ് ആ വാക്യത്തിനകത്തൂടെ നമ്മൾ വായിക്കുന്നത്. ഇവിടുത്തെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം, ദൈവത്തിന്റെ വചനത്തെ നിങ്ങൾ കൈക്കൊണ്ടു. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, ഇതിനെല്ലാം കാരണഭൂതം ദൈവം തന്നെയാണല്ലേ.
ഇത് പ്രസംഗിക്കാൻ പോളിനും നമുക്കറിയാം തിമോത്തിക്കോ പോളിനോ ആ ഗ്രൂപ്പിനോ ആ പട്ടണം വിസിറ്റ് ചെയ്യാനായിട്ട് അവരുടെ മിഷണറി മാപ്പിനകത്ത് അങ്ങനെ ഒരു പ്രോജക്റ്റ് പോലും ഇല്ലായിരുന്നു. ദൈവത്തിൻ്റെ മഹാകരുണയാൽ പല വഴികളെ അടച്ചാണ് കർത്താവ് തെസലോനിക്കയിലേക്കും ഫിലിപ്പിയിലേക്കും മാസിഡോണിയയിലേക്കും ഒക്കെ ഇവരെ കൊണ്ടുപോയത്. ആദ്യത്തെ ക്ലാസ് കേട്ടവർക്കറിയാം, പല വഴികളും അടച്ചാണ് ഇവരെ അങ്ങോട്ട് കൊണ്ടുപോയത്. എന്നാൽ നമുക്കറിയാവുന്ന പോലെ ഇതിനെല്ലാം കാരണഭൂതൻ ദൈവം തന്നെയാണ്. റോമാലേഖനം 1:8 വായിക്കുന്നുണ്ട്, ഐ താങ്ക് മൈ ഗോഡ് ത്രൂ ജീസസ് ക്രൈസ്റ്റ് ഫോർ യു ഓൾ. കാരണം ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിന് സകല മഹത്വം അർപ്പിക്കുകയാണ്. എന്താ കാരണം? നിങ്ങളെ ഓർത്ത്. ഇന്ന് നമ്മൾ ഈ ദൈവത്തിൻ്റെ വചനം ദൈവവചനമായിട്ട് തന്നെ കൈക്കൊള്ളാൻ കാര്യം ഇതിനെല്ലാം കാരണഭൂതൻ ദൈവം തന്നെ ആയതുകൊണ്ടാണ്. ദൈവത്തിന് അങ്ങനെ നമ്മളോട് മനസ്സലിവുണ്ടായി പല ആളുകൾ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് ഇത് സാക്ഷാലാകുന്നത് പോലെ ദൈവത്തിൻ്റെ സുവിശേഷമായിട്ട് തന്നെ നമ്മൾ ഇതിനെ കൈക്കൊണ്ടത് ദൈവത്തിൻ്റെ കരുണയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ കാരണം ഓർത്ത് നിങ്ങൾ കൈക്കൊണ്ടതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്താണ് അപ്പോസ്തലൻ തുടങ്ങുന്നത്. നോക്കൂ, ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ട് ഞാൻ അങ്ങനെ തന്നെ കൈക്കൊണ്ട 1-2 വാക്യങ്ങൾ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ആക്സ് 8:14 ശമരിയക്കാരെ പറ്റി പറയുന്നൊരു വാക്യമാണ്. ആക്സ് 8:14 ഇങ്ങനെയാണ് വായിക്കുന്നത്. 8-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ ഇങ്ങനെ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചേക്കുന്നു, അനന്തരം യെരുശലേമിലുള്ള അപ്പോസ്തലന്മാർ ശമരിയർ ദൈവവചനം കൈക്കൊണ്ടു എന്ന് കേട്ടിട്ട്. കണ്ടോ, അവരും ഫിലിപ്പ് പ്രസംഗിച്ചപ്പം മറ്റൊന്നുമായിട്ടല്ല കൈക്കൊണ്ടത്. എന്താ കൈക്കൊണ്ടത്? ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടു. അല്ലാതെ റോമൻ കത്തോലിക്കർ കൗൺസിൽ കൂടിയപ്പോഴല്ല ദൈവവചനം ആയത് എന്ന് ഞാൻ ഇടയ്ക്ക് ഒന്നുകൂടെ ഒന്ന് ഓർപ്പിച്ചത് മാത്രമേ ഉള്ളൂ. അപ്പോസ്തല പ്രവൃത്തി 14:44 നോക്കിയേ. ആക്സ് 13:44 പരിശുദ്ധാത്മാവ് ഇങ്ങനെയാണ് എഴുതി വെച്ചേക്കുന്നത്, പിറ്റേ ദിവസം ഏകദേശം പട്ടണം മുഴുവനും ദൈവവചനം കേൾക്കാൻ വന്നുകൂടി. പട്ടണം മുഴുവനും ദൈവവചനം കേൾക്കാനായിട്ട് വന്നുകൂടി. ഞാൻ പറഞ്ഞൊരു ആശയം മനസ്സിലാവുന്നോ? എവിടെല്ലാം അപ്പോസ്തലന്മാർ ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ചോ ആ കേൾവിക്കാരെല്ലാം അതിനെ ദൈവത്തിൻ്റെ ആലോചനയായിട്ടാണ് കൈക്കൊണ്ടത്. എന്നാൽ ഒരു സാഡ് ട്രൂത്ത് ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ ഇടയിൽ ദൈവത്തിൻ്റെ വചനം ആധികാരികമായിട്ട് പ്രസംഗിച്ചാൽ ഇത് ദൈവത്തിൻ്റെ ഡിവൈൻലി ഇൻസ്പയർഡ് സ്ക്രിപ്ചർ ആണെന്നുള്ള ബോധ്യത്തോടെയാണോ നമ്മൾ ദൈവവചനത്തിന് മുമ്പാകെ ഇരിക്കുന്നത്? ഇവിടെ പട്ടണം മുഴുവൻ ദൈവവചനം കൈക്കൊള്ളാനായിട്ട് വന്നു. നമ്മൾ ചിന്തിച്ചേക്കുന്നത് ഈ പ്രവാചകൻ പറയുന്നതാണ് ദൈവത്തിൻ്റെ അരുളപ്പാട്, എഴുതപ്പെട്ട വചനം ദൈവത്തിൻ്റെ അരുളപ്പാടല്ല എന്നാണ്. അങ്ങനെ അതിനത്ര ഒരു മൂല്യമില്ല. പ്രിയപ്പെട്ടവരെ, കൃപാവരങ്ങളെക്കാൾ എത്രയോ ഉയർന്ന സ്ഥാനമാണ് ദൈവവചനത്തിനെന്നറിയാമോ? ഇതെല്ലാ ഇപ്പൊ പ്രവചനം എന്നുള്ളത് ഒരു 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 പ്രത്യേക കാര്യം ഒരു പ്രത്യേക സമയത്തേക്ക് പറയുന്നതാണ്. അത് എല്ലാവർക്കും ബാധകമല്ല. അതിനെ പരിശോധിക്കണം. അതൊരു ഗിഫ്റ്റ് മാത്രമാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം എല്ലാ കാലത്തും എല്ലായിടത്തും എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. ശമര്യർ അതിനെ ദൈവവചനമായിട്ട് കൈക്കൊണ്ടു. ആ പട്ടണം ദൈവവചനം കേൾക്കാനായിട്ട് വന്ന് ഒരുമിച്ച് കൂടി. ഇവിടെ തെസ്സലോനിക്കരും അങ്ങനെ തന്നെയാ. അതാകുന്ന പോലെ തന്നെ ദൈവവചനമായിട്ട് കൈക്കൊണ്ട് ഈ തെസ്സലോനിക്ക സഭയുടെ സിറ്റിയുടെ പ്രത്യേകത അറിയാമോ? അവർക്ക് ഫിലോസഫിക്ക് കുറവില്ല, മ്ലേച്ഛതയ്ക്ക് കുറവില്ല, പ്ലഷേഴ്സിന് കുറവില്ല, യാത്രകൾക്ക് കുറവില്ല, പണത്തിന് കുറവില്ല. അവിടെ എല്ലാ സാഹചര്യവും ന്യൂ ഐഡിയോളജിക്ക് കുറവില്ല. കൊരിന്ത് അടുത്താണ് കിടക്കുന്നത്, യൂറോപ്പ് അടുത്താണ് കിടക്കുന്നത്. അവിടെ നിന്നാണ് അങ്ങോട്ടുള്ള ഇഗ്നേഷ്യൻ ഹൈവേ കിടക്കുന്നത്.
റീജിയൻ, സീ പോർട്ട് അവിടാണ്, എല്ലാ കാര്യമുള്ള ഈ തെസ്സലോനിക്ക സഭയെ പറ്റി അപ്പോസ്തലൻ പറയുകയാണ്, ഇതിന്റെ എല്ലാം നടുവിലും ദൈവത്തിന്റെ കരുണ കൊണ്ട് ഈ സന്ദേശം ഞങ്ങൾ പറഞ്ഞപ്പോൾ അതിനെ ഒരു ന്യൂ ഫിലോസഫി ആയിട്ടല്ല കൈക്കൊണ്ടത്, സാക്ഷാലാകുന്ന പോലെ ശമര്യർ കൈക്കൊണ്ടതുപോലെ, ആ പട്ടണക്കാർ കൈക്കൊണ്ടതുപോലെ, നമ്മളിൽ പലരും കൈക്കൊണ്ടതുപോലെ ആ സഭ അതിനെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടു. അങ്ങനെ കൈക്കൊള്ളാൻ കാര്യം നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിനകത്ത് വായിക്കുന്നുണ്ടല്ലോ. വളരെ കഷ്ടതയുടെ നടുവിൽ, പേഴ്സിക്യൂഷന്റെ നടുവിലാണ് 3 ആഴ്ച അവിടെ വചനം പറഞ്ഞത്. ആ പറഞ്ഞ വചനത്തെ അവര് ദൈവത്തിന്റെ വചനമായിട്ട് കൈക്കൊണ്ടു. റോമലേഖനം 10:17 എന്താണ് വായിക്കുന്നത്? വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു. ഇത് ഒരുവൻ പ്രസംഗിക്കുമ്പോഴാണ് ഒരുവന്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വിശ്വാസം എന്ന കൃപാവരത്തെ വിശ്വസിക്കാനായിട്ട് നൽകുന്നത്. അല്ലാതെ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നതല്ല വിശ്വാസം. ഒരുവൻ ഗോസ്പല് പ്രസംഗിക്കുമ്പോൾ അത് കേൾക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് ഒരുവന്റെ അകത്ത് വീണ്ടും ജനനം നൽകുകയാണ് വിശ്വസിക്കാനായിട്ട്. ഞാൻ പറഞ്ഞ കാര്യം അത് തിയോളജിക്കലി വളരെ വളരെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു വാചകമാണ്. വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു. നമുക്ക് ആ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം. 1 കൊരിന്ത്യർ 15:1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഐ മേക്ക് നോൺ ടു യു ബ്രദറൻ ദ ഗോസ്പൽ വിച്ച് ഐ പ്രീച്ച് ടു യു വിച്ച് ഓൾസോ യു റിസീവ്ഡ് for I delivered to you as of first importance what I also received. എന്ന് പറഞ്ഞാൽ പൗലോസ് പറഞ്ഞ എന്താണെന്നറിയാമോ? ഇത് ഞാനാണ് നിങ്ങളോട് പ്രസംഗിച്ചത്, എന്നാലും ഇത് എന്റേതല്ല, ഇത് ഞാനും പ്രാപിച്ചതാണെന്നാണ് പറയുന്നത്. അതുകൊണ്ടല്ലേ തിരുവത്താഴത്തെ പറ്റി അപ്പോസ്തലൻ പറഞ്ഞ വാചകം എന്താണ്? അതിന്റെ ഡോക്ട്രിൻ പറഞ്ഞപ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. ഗോസ്പൽസ് എഴുതുന്നതിന് മുമ്പാണ് ഫസ്റ്റ് കൊരിന്ത്യൻസ് എഴുതിയത് കേട്ടോ. മത്തായി, മർക്കോസും ലൂക്കോസും ജോണും അവരുടെ ഗോസ്പൽ എഴുതുന്നതിന് മുമ്പാണ് പോള് കൊരിന്ത്യർക്കുള്ള ലേഖനം എഴുതുന്നത്. അത് എഴുതിയതിന് ശേഷമാണ് ഗോസ്പൽസ് എഴുതുന്നത് തന്നെ. ഈ ഗോസ്പൽസിൽ എഴുതിയേക്കുന്ന കാര്യം പോള് അവിടുന്ന് കോപ്പി റൈറ്റ് ചെയ്തതല്ല ഫസ്റ്റ് കൊരിന്ത്യൻസിനകത്ത്. മറിച്ച് അന്ന് മാളിക മുറിയിൽ ഹോളി കമ്മ്യൂണിയൻ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ആത്മാവിനാൽ തനിക്ക് അന്നത്തെ കാര്യം വെളിപ്പെടുത്തി കൊടുത്തതാണ്. അതുകൊണ്ടാണ് താൻ എഴുതിയത്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ. അതിന്റെ അർത്ഥം എന്താണ്? പോള് ഈ ദൈവത്തിന്റെ വചനം തെസ്സലോനിക്കർക്കോ കൊരിന്ത്യർക്കോ ശമര്യർക്കോ ആർക്കെങ്കിലും കൈമാറിയിട്ടുണ്ടെങ്കിൽ ഇത് എന്റേതല്ല, ഇത് ഞാനും നിങ്ങൾ ഇപ്പോൾ എന്നിൽ നിന്ന് കേട്ടതുപോലെ ദൈവത്തിൽ നിന്ന് കേട്ടതാണ് എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. എവിടെ നിന്നാണ് പൗലോസിന് അത് കിട്ടിയതെന്നറിയാമോ? ഗലാത്യ ലേഖനം ഗലേഷ്യൻസ് 1:11 വളരെ മനോഹരമായ ഒരു വാക്യമാണ്. ഗലാത്യ ലേഖനം 1:11 അപ്പോസ്തലൻ പറയുകയാണ്, സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷമല്ല എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടില്ല, യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ അത്രേ ഞാൻ പ്രാപിച്ചത്. അതിന്റെ അർത്ഥം ഇത് എനിക്കും ദൈവം തന്നതാണ്. ഹി ഗോട്ട് ഇറ്റ് ഫ്രം ഗോഡ്. ഹി ഗോട്ട് ഇറ്റ് ഫ്രം ഗോഡ്. ഇത് എന്റേതല്ല എന്നാണ് പറയുന്നത്. 1 തെസ്സലോനിയൻസ് 4-ാം അധ്യായത്തിന്റെ ഫസ്റ്റ് തെസ്സലോനിയൻസ് 4:15 അപ്പോസ്തലൻ ഇതിനെപ്പറ്റി പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെ ഇല്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കണ്ടോ? ഇത് ഞാൻ നിങ്ങളോട് പറയുന്നത് മാനുഷമല്ല. ഞാൻ യെരുശലേമിൽ പോയ അപ്പോസ്തലന്മാരോട് പ്രാപിച്ചിട്ടില്ല. ഇത് യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ എനിക്കറിയായി വന്നതാണ്. കർത്താവിന്റെ വചനത്താലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇത് കൗൺസിൽ കൂടിയോ കമ്മിറ്റി കൂടിയോ ബോർഡ് കൂടിയോ ഇതിനൊരു അതോറിറ്റേറ്റീവ് ലിസ്റ്റ് നമുക്ക് നൽകിയതല്ല. ഇത് എന്താ പറയുക, അതിൽ തന്നെ ആധികാരികമാണ്. ഇൻട്രൻസിക് അതോറിറ്റേറ്റീവ് ആണ്, അതിൽ തന്നെ ആധികാരികമാണ് എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. എനിക്ക് അതിൽ തന്നെ ആധികാരികമാണെന്ന് പറയാൻ 27 പുസ്തകത്തിൽ നിന്ന് റെഫറൻസ് തരാനായിട്ട് പറ്റും. അല്ലെങ്കിൽ
ന്യൂ ടെസ്റ്റ്മെന്റിന്റെ എല്ലാ ഓതേഴ്സും ആ നിലയിലുള്ള വാക്യങ്ങൾ പറയുന്നതിനെ ഞാൻ കൃത്യമായിട്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ അതിന് എൻ്റെ മുന്നിൽ സമയമില്ല. ആരെങ്കിലും അങ്ങനെ പറഞ്ഞുകൊണ്ട് വന്നാൽ ഈ വാക്യങ്ങളൊക്കെ ഓർത്തിരുന്നോണം. ഒരു വാക്യം കൂടെ നിങ്ങളുടെ ഓർമ്മയ്ക്കായിട്ട് തരാം. ഒരുവൻ പ്രവാചകനെന്നോ ശുശ്രൂഷകനെന്നോ തോന്നുന്നെങ്കിൽ ഞങ്ങൾ എഴുതുന്നത് ദൈവത്തിന്റെ കൽപ്പന എന്നവൻ അറിഞ്ഞുകൊള്ളട്ടെ. അതായത് ആ കൊരിന്ത്യ ലേഖനത്തിന്റെ വരികൾ കുറിക്കുന്നത് തന്നെ അപ്പോസ്തലന് ബോധ്യമുണ്ടായിരുന്നു. ഇത് ദൈവത്തിന്റെ ഇൻസ്പയർഡ് സ്ക്രിപ്ചറാണ്. വളരെ പ്രയാസം ഉള്ളത് ഞാൻ ആരംഭത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ ഇടയിൽ ഇത് പ്രസംഗിക്കുമ്പോൾ മാത്രം അതിന്റെ മൂല്യം നമ്മൾ ഗ്രഹിക്കുന്നില്ല. അതിനെ നമ്മൾ ഹൃദയത്തിലേക്ക് അപ്രോപ്രിയേറ്റ് ചെയ്യുന്നില്ല. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നില്ല എന്നുള്ളത് വളരെ പ്രയാസകരമായ കാര്യമാണ്. 2 തിമോത്തിയോസ് 3:16 മറക്കരുത്. എല്ലാ തിരുവെഴുത്തും ദൈവ ശ്വാസീയമാകയാൽ. 1 പത്രോസ് ആ വാക്യം നമ്മൾ മറക്കരുത്. തിരുവെഴുത്തിലെ പ്രവചനമൊന്നും മനുഷ്യന്റെ വ്യാഖ്യാനത്താൽ ഉളവായതല്ല. ദൈവത്തിന്റെ മനുഷ്യൻ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് എഴുതിയതത്രേ, പറഞ്ഞതത്രേ. ഇതാണ് ദൈവവചനത്തിന്റെ ഡെഫിനിഷൻ. ഇതിനേക്കാൾ പ്രാധാന്യത കൊടുക്കരുതൊന്നിനും. ഞാൻ വളരെ വിഷമത്തോടെ ഒരു കാര്യം കൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. ആരംഭത്തിൽ നന്നായിട്ട് പ്രസംഗിക്കുന്നതും അതിന്റെ എക്സ്പോസിഷൻ കേൾക്കുന്നതും ഒക്കെ വളരെ സന്തോഷമായിരുന്നു. പക്ഷെ ഇന്ന് നമ്മളിൽ പലരും ചോദിക്കുന്നത് എന്നും ഇതാണോ എന്നാണ്. അതിനേക്കാൾ ദൈവഹൃദയത്തെ ദുഃഖിപ്പിക്കുന്ന മറ്റൊരു കാര്യമില്ല. ഇതെന്നും അല്ലാതെ വേറെ ഒന്നും ഒരു വിശ്വസ്തനായ ഗ്രഹവിചാരകന് പറയാനായിട്ടില്ല. കാരണം ഇതെന്റേതല്ല, ഇത് ദൈവത്തിന്റെ അരുളപ്പാടിനാൽ ലഭിച്ച ഒന്ന് മാത്രമാണ്. പൗലോസിന് ഇത് കിട്ടിയതാണ്, നമുക്കിത് എഴുതി കിട്ടിയതാണ്. ഇതിന്റെ പുറത്തൊന്നും പറയാനായിട്ടില്ല. ഒരുവന്റെ ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം ഈ തിരുവെഴുത്തിലെ കർത്താവിൽ അടങ്ങിയിരിക്കുന്നു എന്നാണ് തിരുവെഴുത്ത് നമ്മളോട് പറയുന്നത്. ഇവിടെ they received it. അവിടെ തന്നെ നോക്കിയ ആ റിസീവ് ചെയ്ത വചനം ആരംഭത്തിൽ വായിച്ച വാക്യം ഓർക്കുന്നോ? അതിന്റെ സെക്കൻഡ് പാർട്ട്, വിച്ച് ഓൾസോ പെർഫോംസ് ഇറ്റ്സ് വർക്ക് ഇൻ യു ഹു ബിലീവ്. വിശ്വസിച്ച നിങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. അവിടെ ആ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ, ഇവിടെ, അല്ലെങ്കിൽ ഓൾവേസ് ആൻഡ് എവരിവെയർ ആ ദൈവവചനം അതിന്റെ ക്രിയ നമ്മളെ നടത്തുകയാണ്. എന്താണ് നമ്മൾ ഫിലിപ്പി ലേഖനം 1:3 അല്ലെങ്കിൽ 1:6 ഇൻ ഇംഗ്ലീഷ് എന്താ വായിക്കുന്നത്? നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ. ആ പ്രവൃത്തി എന്നൊരു വാക്കില്ലേ, പ്രവൃത്തി എന്നൊരു പദം അവിടെ, ആ പദമാണ് സെയിം ഇവിടെയും. നിങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുക, വർക്ക് ചെയ്യുക. ഈ ആ വർക്ക് ചെയ്യുക എന്ന പദം ബൈബിളിൽ ഉപയോഗിച്ചേക്കുന്ന 2 വാക്യം നിങ്ങൾക്ക് ഞാനത് പറഞ്ഞു തരാം. 1 കൊരിന്ത്യർ 12:6 1 കൊരിന്ത്യർ 12:6. 1 കൊരിന്ത്യൻസ് 12:6 ദ സെയിം ഗോഡ് ഹു വർക്ക്സ് ഓൾ തിങ്സ് ഇൻ ഓൾ എന്ന് വായിക്കുന്നുണ്ട്. അവിടെ ആ വർക്ക്സ്, ഈ എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം, അതേ കാര്യം തന്നെയാണ് ഇവിടെ വ്യാപരിക്കുക എന്നർത്ഥം ഉപയോഗിച്ചേക്കുന്ന പദം, വ്യാപരിക്കുക. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 2:13 ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവള്ളമുണ്ടായിട്ട് ചെയ്യുന്നത്. വളരെ വിശദമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ നിങ്ങളൊന്ന് റീകളക്ട് ചെയ്താൽ മതി. നോക്കൂ, ഈ പ്രവർത്തിക്കുക, വ്യാപരിപ്പിക്കുക. ചിലരിൽ വിശ്വാസമായിട്ട് അത് പരിണമിച്ചില്ല എന്ന് വായിക്കുന്നില്ല. എന്താ? അവരിൽ അത് പ്രവർത്തിച്ചില്ല എന്നാണ് അതിന്റെ അർത്ഥം. അവരിൽ അത് വർക്ക് ചെയ്തില്ല, അവരിൽ അതിന്റെ റിസൾട്ട് ഉണ്ടായില്ല. കാരണം അവർ അതിനെ ദൈവത്തിന്റെ വചനമായിട്ട് ഹൃദയത്തിലേക്ക് സ്വീകരിക്കാത്തതാണ് കാരണം. നോക്കൂ, ഇവിടെ വചനം എങ്ങനെയാണ് വ്യാപരിക്കുന്നത്? ഞാൻ അത് ഒറ്റവാചകത്തിൽ പറഞ്ഞു പോയാൽ പോലെ ഞാനൊരു 20 കാര്യം നോട്ട് ചെയ്തിട്ടുണ്ട്. 20 കാര്യം ഞാൻ ഓരോ വാക്കിലൊന്ന് പറഞ്ഞു വിടാം. ആ 20 കാര്യം എന്ന് പറഞ്ഞാല് ഇവിടുത്തെ പദം മറക്കല്ല്. വിശ്വസിക്കുന്ന നിങ്ങളിൽ only those who believe. മറ്റൊരു നിലയിൽ പറഞ്ഞാൽ
വിശ്വാസികളിൽ മാത്രമേ ഈ പ്രവൃത്തി ഉണ്ടാവുള്ളൂ. ലോകവുമായിട്ടുള്ള ബന്ധത്തിൽ അവർക്ക് കൺവിക്റ്റ് ചെയ്യും പരിശുദ്ധാത്മാവ്. ഇത് പാപമാണ്, ഇത് നീ പാപിയാണ്, ക്രൂശിലേക്ക് വരണം, നിനക്ക് രക്ഷപ്പെടാൻ വേറൊരു മാർഗമില്ല. കൺവിക്ഷൻ ആണ് ലോകത്തോട്. എന്നാൽ ദൈവത്തിന്റെ മക്കളോടുള്ള ബന്ധത്തിലാണ് ഈ തിരുവെഴുത്ത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത്. മനസ്സിലാവുന്നോ? ദൈവത്തിന്റെ തിരുവെഴുത്ത് വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, അങ്ങനെയൊക്കെ ഒരു 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 വർക്കിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ദൈവവചന കേൾവിയിലും വായനയിലും നമ്മിലുണ്ടോ? അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ഒരു പ്രോഗ്രസിങ് ഡെവലപ്പിംഗ് ക്രിസ്ത്യൻ ക്യാരക്ടർ നമ്മുടെ അകത്തുണ്ടാകുന്നില്ലെങ്കിൽ നമ്മുടെ അകത്ത് ഇതുവരെയും ജനനം നടന്നിട്ടില്ല എന്നത് സത്യമായ കാര്യമാണ്. സത്യമായ കാര്യമാണ്. ഇവിടെ എങ്ങനെയാണ് ഇത് വ്യാപരിക്കുന്നത്? എങ്ങനെയാണ് അതിന്റെ പെർഫോം ഇറ്റ്സ് വർക്ക്? ഒന്നാമത്തെ കാര്യം, ഇത് ആദ്യം ചെയ്യുന്ന എന്താണ്? ഇത് നമ്മളെ രക്ഷിക്കുന്നു. ഇറ്റ് സേവ്സ് അസ്. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ നിലനിൽക്കുന്നതും ജീവനുള്ളതുമായ ദൈവ വചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. യാക്കോബ് അതിനെപ്പറ്റി പറയുന്നത് എന്താണ്? ജെയിംസ് 1:18, അവൻ തന്റെ ഹേതുവായി സത്യത്തിന്റെ വചനത്താൽ നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ഇറ്റ് സേവ്സ് അസ്. അതാണ് ഒന്നാമത്തെ കാര്യം. വ്യാപരിക്കുന്ന ഒന്നാമത്തെ മാർഗം സ്റ്റാർട്ടിങ് ഫ്രം സാൽവേഷൻ. സെക്കൻഡ്, രണ്ടാമത്തെ കാര്യം, ഇത് നമ്മളെ അനുഗ്രഹിക്കുന്നുള്ളതാണ്. ഇറ്റ് ബ്ലെസ്സസ് അസ്. ലൂക്ക് 11:28 വായിക്കുന്ന എന്നാന്നറിയാമോ? ദൈവത്തിന്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. ഇത് നമ്മളെ രക്ഷിക്കുന്നു, ഇത് നമ്മളെ അനുഗ്രഹിക്കുന്നു. ഇങ്ങനെയാണ് അത് അതിന്റെ വർക്ക് പെർഫോം ചെയ്യുന്നത് നമ്മുടെ അകത്ത്. മൂന്നാമത്തെ ഒരു വാക്യം തന്നെ എഴുതിക്കോ. 2 തിമോത്തി 3:16 എന്തൊക്കെയാ? ഉപദേശിക്കും, ശാസിക്കും, ഗുണീകരിക്കും, നീതിയുടെ അഭ്യാസത്തിൽ നടത്തും. എന്തെല്ലാം അതിൻ്റെയൊക്കെ ആ വാക്യത്തിന്റെ അർത്ഥം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ശരി എന്താണെന്ന് പറഞ്ഞു തരും, തെറ്റെന്താണെന്ന് പറഞ്ഞു തരും, തെറ്റിലേക്ക് എങ്ങനെ തെറ്റിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ട് ശരിയിലേക്ക് എങ്ങനെ വരാമെന്ന് പറഞ്ഞു തരും, ശരിയിൽ എങ്ങനെ തുടരാമെന്ന് പറഞ്ഞു തരും, വാട്ട് ഈസ് റൈറ്റ് എന്ന് പറഞ്ഞു തരും, വാട്ട് ഈസ് നോട്ട് റൈറ്റ് എന്താണെന്ന് പറഞ്ഞു തരും, ഹൗ ടു ഗെറ്റ് റൈറ്റ് എന്താണെന്ന് പറഞ്ഞു തരും, ഹൗ ടു കണ്ടിന്യൂ ഇൻ റൈറ്റ്. ദിസ് ഓൾ സ്ക്രിപ്ചർ ആർ പ്രോഫിറ്റബിൾ ഫോർ റിബ്യൂക്ക്, കറക്ഷൻ, അങ്ങനെ ട്രെയിനിങ് ഇൻ റൈച്ചസ്നെസ്. ഈ കാര്യങ്ങളെല്ലാം വാക്യത്തിനകത്തുണ്ട്. ഈ വചനം വ്യാപരിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ദ വേർഡ് ഓഫ് ഗോഡ് വർക്കിംഗ് ഇൻ അസ് ഓൾസോ ഗൈഡ്സ് അസ്. നമ്മളെ അത് ഗൈഡ് ചെയ്യുകയാണ്. എങ്ങനെ തിരുവെഴുത്തിൽ വായിക്കുന്നത്? 119 സങ്കീർത്തനം 105 വേഴ്സ്. നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. ഇറ്റ് ഗൈഡ്സ് അസ്. അത് മാത്രമല്ല, ഇറ്റ് കൗൺസിൽസ് അസ്. Psalm 119:24, നിന്റെ സാക്ഷ്യങ്ങൾ എൻ്റെ പ്രമോദവും എൻ്റെ ആലോചനക്കാരനുമാകുന്നു. വായിക്കുന്നില്ലേ? നിന്റെ വചനം എൻ്റെ ആനന്ദം. അത് ഇംഗ്ലീഷ് മനോഹരമായിട്ടാണ് എഴുതിയേക്കുന്നത്. Thy testimonies also are my delights, they are my counselors. അവിടെ കൊണ്ട് തീരുന്നില്ല. ഇറ്റ് റിവൈവ്സ് അസ്. ഇത് നമ്മളെ ഉണർത്തുകയാണ്. സങ്കീർത്തനം 154 നിന്റെ വാഗ്ദാന പ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. റിവൈവ് മീ അക്കോർഡിംഗ് ടു ദൈ വേർഡ്. കണ്ടോ ഇതെങ്ങനെയാണ് നമ്മളിൽ വ്യാപരിക്കുന്നതെന്ന്? കൊലോസ് ലേഖനം 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം വളരെ സമയമെടുത്ത് വ്യാഖ്യാനിക്കേണ്ട വാക്യമാണ്. 1:6 എന്താ വായിക്കുന്നത് അറിയാമോ? ആ സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി. നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവ്വലോകത്തിലും ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നു. അങ്ങനെങ്കിൽ അടുത്ത ഈ ദൈവവചനം നമ്മൾ വ്യാപരിക്കുന്നു എന്നതിന്റെ അടുത്ത പ്രത്യേകത എന്താണ്? ഇറ്റ് കോൺസ്റ്റന്റ്ലി ബിയറിംഗ് ഫ്രൂട്ട്സ്. അവിടുത്തെ ഒരു പ്രത്യേകത കണ്ടോ? സർവ്വലോകത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഇടയിലും ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നു. അങ്ങനെയെങ്കിൽ തെസ്സലോനിക്ക സഭയെ മാത്രമല്ല, സർവ്വലോകത്തിലും എവിടെല്ലാം ദൈവവചനത്തെ റിസീവ് ചെയ്യുന്നോ അവിടെയെല്ലാം ഫലം ഉണ്ടാകും. രക്ഷിക്കുന്നു, ഗൈഡ് ചെയ്യുന്നു, കൗൺസിലിംഗ് ചെയ്യുന്നു, നമ്മളെ അനുഗ്രഹിക്കുന്നു, റിബ്യൂക്ക് ചെയ്യുന്നു,
കറക്റ്റ് ചെയ്യുന്നു, നീതിയുടെ വഴി നടത്തുന്നു, നമ്മളെ ഉണർത്തുന്നു, നമ്മളിൽ ഫലം പുറപ്പെടുവിക്കുന്നു. അത് മാത്രമല്ല, ഇറ്റ് ഗ്രോസസ് അപ്പ്, നമ്മളെ വളർത്തുന്നു. വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ, അല്ലേ? അവിടെ എങ്ങനെ തുടങ്ങുന്നത്? എല്ലാം വിട്ടുകളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ. ഇറ്റ് ഗ്രോസസ് അപ്പ്. അതുകൊണ്ടും തീരുന്നില്ല, ഇത് നമ്മളെ എപ്പോഴും വാൺ ചെയ്യുന്നുണ്ട്. ഇറ്റ് വാൺസ് അസ്. 19 സങ്കീർത്തനത്തിൽ എന്താ വായിക്കുന്നേ? അടിയനും അവയാൽ പ്രബോധനം. ആ പ്രബോധനം എന്ന വാക്കിനർത്ഥം വാണിംഗ് എന്നാണ്. അടിയനും അവയാൽ പ്രബോധനം ലഭിക്കുന്നു. ഇറ്റ് വാൺസ് അസ്. അവിടെ കൊണ്ട് തീരുന്നില്ല. ആ വാക്യം കണ്ടിന്യൂ ചെയ്ത് എങ്ങനെയാണെന്ന് അറിയാം. ഇറ്റ് റിവാർഡ്സ് അസ്. ഇത് പ്രതിഫലം നൽകുന്നു. അടിയനും അവയാൽ പ്രബോധനം ലഭിക്കുന്നു. അവയെ പ്രമാണിക്കുന്നതിനാൽ വളരെ പ്രതിഫലമുണ്ട്. ഇത് നമ്മളെ ജഡ്ജ് ചെയ്യുന്നതാ വായിക്കുന്നത്. ജഡ്ജസ് അസ്. ഹീബ്രൂസ് 4:12. ദൈവത്തിന്റെ വചനം ജീവനുള്ളതും ചൈതന്യമുള്ളതും ഇരുവായത്തിലുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും ആത്മാവിനെയും പ്രാണനെയും സന്ധി മജ്ജകളെ വേർപിരിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ആത്മാവിനെയും പ്രാണനെയും. എന്നിട്ട് താഴോട്ട് വായിക്കുന്നത് ഇങ്ങനെയാണ്: അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, അവനോടാണ് നമുക്ക് കാര്യമുള്ളത്. ഇറ്റ് ജഡ്ജസ്, ഇറ്റ് സാന്റിഫൈസ് അസ്. ഇത് നമ്മളെ വിശുദ്ധീകരിക്കുന്നു. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. എങ്ങനെ വ്യാപരിക്കുന്നത് മനസ്സിലായോ? ഇങ്ങനെ ഞാനങ്ങ് പറഞ്ഞു പോയാൽ, ഇറ്റ് പർജസ്, പ്രൂൺസ് അസ്. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു. ഇറ്റ് പ്രൂൺസ് അസ്. ഇറ്റ് ഗീവ്സ് അസ് ജോയ്. യോഹന്നാൻ എന്നാ പറയുന്നത്? ദീസ് തിങ്സ് ദാറ്റ് ആർ ജോയ്, ഞാനത് നിങ്ങൾക്ക് എഴുതുന്നത് നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാൻ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ഇറ്റ് പ്രൊട്ടക്ടസ്. എവിടുന്ന? ഞങ്ങൾ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഞങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു. ഇറ്റ് പ്രൊട്ടക്ടസ് ഫ്രം ഡൂയിങ് സിൻ. മനോഹരമായൊരു വാക്യമുണ്ട്, ഇറ്റ് സ്ട്രെങ്തനസ്. ഇത് നമ്മളെ ബലപ്പെടുത്തുന്നു. 119 സങ്കീർത്തനം 28 വാക്യം: എന്റെ പ്രാണൻ വിഷാദം കൊണ്ട് മരിക്കുന്നു എങ്കിലും, വിഷാദം കൊണ്ട് ഉരുകുന്നു, നിന്റെ വചനപ്രകാരം എന്നെ നിവർത്തേണമേ. എത്ര അനുഗ്രഹിക്കപ്പെട്ട വാക്യമാണ് അല്ലേ? എന്റെ പ്രാണൻ വിഷാദം കൊണ്ട് ഉരുകുന്നു, നിന്റെ വചനപ്രകാരം എന്റെ വിഷാദത്തെ ഒന്ന് മാറ്റണമേ. ഇറ്റ് സ്ട്രെങ്തൻ അവർ ഇന്നർ ബീയിങ്. ഇറ്റ് മേക്ക് us വൈസ്. ഇത് നമ്മളെ ജ്ഞാനിയുള്ളവരാക്കണം. അതിന് ഒരു 3 വാക്യം ഞാൻ നിങ്ങളെ ഓടിച്ച് 119 സങ്കീർത്തനത്തിൽ വായിച്ചേൽപ്പിക്കാം. 97 മുതൽ 100 വരെ. നിന്റെ ന്യായപ്രമാണം എനിക്ക് എത്രയോ പ്രിയം, ഇടവിടാതെ അതെന്റെ ധ്യാനമാകുന്നു. നിന്റെ കൽപ്പനകൾ എന്നെ എൻ്റെ ശത്രുക്കളെക്കാൾ ബുദ്ധിമാനാക്കുന്നു. അവ എപ്പോഴും എൻ്റെ പക്കലുണ്ട്. നിന്റെ സാക്ഷ്യങ്ങൾ എൻ്റെ ധ്യാനമായിരിക്കുമുണ്ട്. എൻ്റെ സകല ഗുരുക്കന്മാരിലും ഞാൻ ബുദ്ധിമാനാകുന്നു. 100 വാക്യം: നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുവാൻ ഞാൻ വയോധികന്മാരിലും വിവേകമേറിയവനാകുന്നു. ഇറ്റ് മേക്ക് us wise. Yes, it make us wise. It prospers us. 1 സങ്കീർത്തനത്തിൽ വായിക്കുന്ന എങ്ങനെ? നിന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നു, ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. ഇറ്റ് പ്രോസ്പെറസ് us. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇറ്റ് ഗീവ്സ് us hope. ഇത് നമുക്കൊരു പ്രത്യാശ നൽകുന്നു. എങ്ങനെയാണ്? 119 സങ്കീർത്തനം 147 വായിക്കുന്നത്: നിന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശിക്കും. ഇതിനെ ഞാൻ സമ്മറൈസ് ചെയ്ത് ഇങ്ങനെ പറയാം: ഈ വചനം നിങ്ങൾ റിസീവ് ചെയ്താകുന്ന പോലെ ആ റിസീവ് ചെയ്ത വചനം നിങ്ങളിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന. ഞാനൊരു പറഞ്ഞ വാക്കുകളെ ഒന്നുകൂടെ ഇങ്ങനെ പറയാം: ഇറ്റ് സേവ്സ് us, ഇറ്റ് ബ്ലെസ്സസ് us, ഇറ്റ് ടീച്ചസ് us, ഇറ്റ് rebukes us, corrects us, perfects us, equips us, guides us, counsels us, revives us, makes us fruitful, grows us up, warns us, rewards us, nourishes us, prospers us, gives the hope. ഇതിനെല്ലാം കൂടെ ചേർത്താണ് 19 സങ്കീർത്തനം മനോഹരമായിട്ട് ഇതിനെ വിവരിക്കുന്നതാണ്. ആ ദൈവവചനത്തിന്റെ മനോഹാരിത വിവരിക്കുന്നതാണ് 19 സങ്കീർത്തനത്തിന്റെ
ഏഴാം വാക്യം മുതൽ ഇങ്ങനെ വായിക്കും, നിന്റെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവ, അത് ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. യഹോവയുടെ കൽപ്പന നിർമ്മലമായത്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. യഹോവാഭക്തി നിർമ്മലമായത്, അതെന്നേക്കും നിലനിൽക്കുന്നു. യഹോവയുടെ വിധികൾ സത്യമായവ, ഒട്ടൊഴിയാതെ നീതിയുള്ളവയാകുന്നു. എത്ര മനോഹരമാണ് ആ വാക്യം അല്ലെ. ലോകത്തിലെ ഒരു ഹ്യൂമൻ ഫിലോസഫിക്കും ഇങ്ങനെ ഒരു റിസൾട്ട് തരാനായിട്ട് കഴിയത്തില്ല. ദൈവത്തിന്റെ വചനത്തിന് മാത്രമേ പറ്റൂ. ഇനിയും 1 തെസ്സലോനിയൻസ് 2:13 എങ്ങനെയാ? ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ച ദൈവത്തിന്റെ വചനം സാക്ഷാലാകുന്ന പോലെ ദൈവവചനമായിട്ട് നിങ്ങൾ കൈക്കൊണ്ടു. ആ കൈക്കൊണ്ട വചനം നിങ്ങളെ രക്ഷ മുതൽ നിങ്ങളുടെ പ്രത്യാശ വരെ അത് നിങ്ങളുടെ ഹൃദയത്തിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. നിന്റെ ന്യായപ്രമാണം വിശ്വാസ്യമാകുന്നു, അത് തികവുള്ളത്, അത് ശുദ്ധമായത്. അതിനൊപ്പം പറയാനായിട്ട് വേറൊന്നുമില്ല. തേനിലും തേൻകട്ടയിലും മധുരമുള്ളവ. പ്രിയപ്പെട്ടവരെ, ഈ ദൈവവചനമാകട്ടെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാം. അതിനായിട്ട് പരിശുദ്ധാത്മാവിന്റെ നിറവ് നമ്മുടെ മേൽ അധികമായിട്ട് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചു എന്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.